ആദ്യത്തെ സീക്രട്ട്. ഹായ് ചേച്ചി, ഞാൻ 12th പഠിക്കുന്നത്. ഞാൻ ചേച്ചിയോട് പറയാൻ വിചാരിക്കുന്ന എൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ ആണ്. ഞാൻ കുറച്ച് മന്ത്സ് ആയിട്ട് ഡിപ്രസ്ഡ് ആണ്. അതിൻ്റെ കാരണം എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ആണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ആരോടെങ്കിലും തുറന്നു പറയണമെന്നുണ്ട്. ബട്ട് എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ള കാരണം ഞാൻ പറയാറില്ല. പിന്നെ ഇത് മനസ്സിൽ കിടന്ന് എനിക്കൊരു സമാധാനം ഇല്ല. എൻ്റെ അമ്മയ്ക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്, അത് ഞാൻ അറിഞ്ഞു. ബട്ട് അത് അമ്മയ്ക്ക് അറിയില്ല. അവരുടെ ചാറ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും അമ്മയോട് ചോദിക്കാൻ പറ്റുന്നില്ല. ഈ കാരണം കൊണ്ട് എങ്ങനെ ഞാൻ അമ്മേനെ വെറുക്കുന്നതെന്ന് അറിയില്ല. എത്ര ആയാലും അമ്മമാരെ ഒരിക്കലും ആർക്കും വെറുക്കാൻ പറ്റത്തില്ലല്ലോ. അമ്മയുടെ ഈ റിലേഷൻ ആരെങ്കിലോടും പറയണമെന്ന് തോന്നി. പിന്നെ എനിക്ക് ചേട്ടനോട് പറയണമെന്നുണ്ട്. ബട്ട് എനിക്ക് പറ്റത്തില്ല. ചേച്ചി എനിക്ക് എന്തെങ്കിലും അഡ്വൈസ് തരാമോ? ഒരേ ഒരു വഴി എന്ന് പറയുന്നത് അമ്മേനോട് നേരിട്ട് പോയിട്ട് സംസാരിക്കുക. ഇങ്ങനെയാണ്, ഞാനിങ്ങനെ ചാറ്റ് കണ്ടു, അമ്മയുടെ ഉദ്ദേശം എന്താണ്, അങ്ങനെയൊക്കെ ചോദിച്ച് ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കിയാൽ ഒരു ക്ലോഷ്യർ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. വേറെ ആരോടും പറയണ്ട, അമ്മേനോട് പറഞ്ഞാൽ മതി. അടുത്ത സീക്രട്ട്. ഹായ് ഞാൻ തൻ്റെ വീഡിയോസ് എനിക്ക് വളരെ കുറച്ച് ഫോളോവേഴ്സ് ഉള്ളപ്പോൾ മുതൽ കാണാൻ തുടങ്ങിയതാണ്. പേഴ്സണലി എനിക്ക് തന്നെ അറിയില്ല. ബട്ട് സ്റ്റിൽ ഐ എം സോ ഹാപ്പി ഫോർ യു മാൻ. താങ്ക് യു. ഞാൻ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഐ ഗോട്ട് മൈ ഫസ്റ്റ് പീരിയഡ്. 7th. എനിക്ക് പീരിയഡ്സിനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. ഫസ്റ്റ് പീരിയഡ്സ് ആയതിനാൽ തന്നെ റിലേറ്റീവ്സിനെ എല്ലാവരെയും അറിയിച്ചു, എൻ്റെ പാരൻസ്. ആൻഡ് എനിക്കതൊന്നും ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് അതെല്ലാം ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് 2 weeks കഴിഞ്ഞപ്പോൾ എൻ്റെ ക്ലോസ് റിലേറ്റീവിൻ്റെ മരിച്ചു കഴിഞ്ഞിട്ടുള്ള 41st ഡേ ആയിരുന്നു. സോ അവിടെ ഫങ്ഷൻസ് നടക്കുന്നുണ്ടായി. ആ പ്രോഗ്രാമിന് പോകാൻ ഞാൻ ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല. ബിക്കോസ് എല്ലാവരും എന്നോട് പീരിയഡ്സ് ആയതിനെ കുറിച്ച് സംസാരിക്കുമോ എന്നൊരു ഫീൽ ആയിരുന്നു എനിക്ക്. ദാറ്റ് ഫങ്ഷൻ നടക്കുന്ന വീട്ടിൽ നിന്നും ആൾക്കാർ ഇൻവൈറ്റ് ചെയ്യാൻ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ഞാൻ എൻ്റെ പാരൻസിൻ്റെ ഫോണിൽ നിന്നും അവരുടെ എല്ലാ നമ്പർ ബ്ലോക്ക് ചെയ്തു. സോ അവർക്ക് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത് ഫാമിലി മൊത്തമായിട്ട് ഭയങ്കര ടോക്കായി. സം പരദൂഷണം ആൻറ്റീസ് ആൻഡ് അമ്മാവൻസ് കുറച്ച് കൂടി സ്പൈസി ആക്കി മാറ്റി. ആഫ്റ്റർ ദാറ്റ് എൻ്റെ വീട്ടുകാരും റിലേറ്റീവ്സും തമ്മിൽ നല്ല പോലെയല്ല. ആ ഫംഗ്ഷൻ വിളിക്കാത്തതിനാൽ എൻ്റെ പാരൻസ് അവരുമായിട്ട് സംസാരിക്കാറില്ല. സ്റ്റിൽ എൻ്റെ വീട്ടുകാർ വിചാരിക്കുന്നത് അവർ മനഃപൂർവ്വം ഫംഗ്ഷൻ ഇൻവൈറ്റ് ചെയ്യാത്തതാണെന്നാണ്. 2 ഫാമിലി തമ്മിൽ ക്ലാഷ് ആവാനുള്ള കാരണം ഞാനാണ്. ആക്ച്വലി ഇത് ഞാൻ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. ബട്ട് എനിക്ക് ഇതുവരെ ഒരു കുറ്റബോധവും തോന്നിയിട്ടില്ല. എനിക്ക് എൻ്റെ റിലേറ്റീവ്സിനെ ആരെയും ഇഷ്ടമല്ലാത്തതിനാലായിരിക്കും അത്. ഇതാണ് സീക്രട്സ്. ഓക്കെ, ഇതാണ് സീക്രട്ട്. I'm a person who can't keep secret from family and friends. But this one, I have kept this for about more than 4 years. ഞാൻ അത്യാവശ്യം നന്നായി പഠിക്കുന്ന ഒരു ടോപ്പർ ലെവൽ സ്റ്റുഡൻ്റ് ആണ്. ഐ എം വെരി റിലീജിയസ്. സോ ഐ നെവർ ചീറ്റഡ് എനിബഡി അതർ ദാൻ ദിസ്. ഇത്ര വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നറിയില്ല. ഞാൻ 8th പഠിക്കുന്ന സമയം ഐ യൂസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ക്വിസസ് ആൻഡ് ഇൻ ആർട്സ്. ഒരു സബ് ഡിസ്ട്രിക്ട് ലെവൽ ക്വിസ് ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും പോയിട്ടുണ്ടായിരുന്നു. ഇൻഡിവിജ്വലായി പോകുമ്പോൾ സാധാരണ എനിക്ക് പ്രൈസ് ഒന്നും കിട്ടാറില്ല. അന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും ഏറ്റവും ഫസ്റ്റ് ബെഞ്ചിലാണ് ഇരുന്നത്. ആദ്യത്തെ 3-4 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു, ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ക്വിസ് മാസ്റ്റർ എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നത് ഒരു ടീച്ചറായിരുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു പേജിൽ ആയിരുന്നു. സോ ഞാൻ നോക്കിയപ്പോൾ 10th മുതലുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എനിക്ക് കാണാമായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു അതായിരിക്കില്ല ചോദിക്കാമെന്ന്. എന്നാലും ഞാൻ ആ ഉത്തരങ്ങളൊക്കെ നോക്കി വെച്ചു. പിന്നെ ക്വസ്റ്റ്യൻസ് കുറേ കഴിഞ്ഞു. 10th തൊട്ട് സ്റ്റാർട്ടായപ്പോൾ ഞാൻ നോക്കി വെച്ച ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങി. ഞാൻ നേരത്തെ നോക്കിയത്. ഐ ന്യൂ ദി ആൻസേഴ്സ്. സോ ആൻസർഡ് ഓൾ ഓഫ് ദം 1 by 1. ആകെ 5 എണ്ണം മാത്രമേ എനിക്ക് നോക്കാൻ പറ്റുള്ളൂ. എനിക്ക് 20ൽ 5 മാർക്ക് കിട്ടി. 0 കിട്ടുന്നത് നാണക്കേടായതുകൊണ്ട് എന്തേലും മാർക്ക് കിട്ടട്ടെ എന്ന് വെച്ച് ചെയ്തതാണ്. ബട്ട് ക്വിസ് ഭയങ്കര ടഫായിരുന്നു. ആർക്കും ആൻസർ അധികം കിട്ടിയില്ല. സർപ്രൈസിംഗ്ലി ഐ ഗോട്ട് ഫസ്റ്റ്. സോ ദെൻ ഓൺവേർഡ്സ് ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് ഗിൽറ്റി. ഐ വാസ് നോട്ട് ഡിസേർവിംഗ് ബട്ട് സ്റ്റിൽ ഐ വോൺ. I couldn't enjoy it as it was not right. I cheated. I got a big trophy and cash prize of 500. എനിക്ക് കുറ്റബോധമുള്ള കാരണം I didn't use that money. Gave it to my sister for buying shoes. എപ്പോഴും ആ ട്രോഫി കാണുമ്പോൾ I feel ashamed. That was my first cheating. അതിനുശേഷം ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എക്സാംസിന് കോപ്പിയൊന്നും അടിക്കാറില്ല. ബിക്കോസ് ഞാൻ അത്യാവശ്യം നന്നായി പ്രിപ്പയർ ചെയ്തിട്ടേ പോകാറുള്ളൂ. അതർവൈസ് മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കും. ബട്ട് ചില ഇമ്പോർട്ടൻ്റ് എക്സാംസിന് എൻ്റെ ബാക്കിലിരുന്ന ഫ്രണ്ടിനോട് ചോദിച്ച് ആൻസേഴ്സ് കൺഫേം ചെയ്യും. അത് എഴുതി കഴിഞ്ഞിട്ട് മാത്രം. ഓൺലി ഫോർ മാത്സ്, ഫോർ കൺഫേമിങ് ദ ഫൈനൽ ആൻസേഴ്സ്. ഒരു തവണ ഫൈനൽ എക്സാമിന് അത്യാവശ്യം നല്ല മാർക്കുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ തെറ്റി. അവൾ എന്നോട് ഒന്നുകൂടി നോക്കാൻ പറഞ്ഞു. സോ ഞാൻ ആ കണക്ക് വീണ്ടും ചെയ്തു നോക്കി. ഷീ വാസ് റൈറ്റ്. ഞാനത് റീചെക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ലോസ്റ്റ് മൈ A+. ഞാൻ ഈ ചെയ്തതൊക്കെ വലിയ തെറ്റാണോ എന്ന് എനിക്കറിയില്ല.
ഞാനൊരു ഫ്രോഡാണോ? ഐ ഡോണ്ട് നോ. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? എൻ്റെ ഒപ്പീനിയൻ ചോദിച്ചാൽ അടുത്ത സീക്രട്ട്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. എൽ എന്ന് നെയിം കൊടുക്കാം. ഇവളുടെ വീടിൻ്റെ അപ്പുറത്ത് ന്യൂ ഫാമിലി സ്റ്റേ ചെയ്യാൻ വന്നു. അപ്പം ഇവളുടെ ഗ്രാൻഡ് ഫാദറിനോട് ചോദിച്ചു അവരാരായെന്ന്. പുള്ളി പറഞ്ഞു അവരൊരു വണപ്പനാണെന്ന്. മിണ്ടാൻ പോകണ്ടെന്ന്. വണപ്പൻ? ഇവൾ വിചാരിച്ചു അത് അവരുടെ നെയിമാണെന്ന്. പാവം കൊച്ചിന് അർത്ഥം അറിയില്ലായിരുന്നു. അവൾ പറഞ്ഞ് കേൾക്കാതെ അപ്പുറത്തെ വീട്ടിൽ പോയി ആ പുള്ളിനെ വണപ്പൻ ചേട്ടാ എന്ന് വിളിച്ചു. വണപ്പൻ എന്ന് വെച്ചാൽ എന്താണ്? പുള്ളി ഒരു കലിപ്പിച്ചൊരു നോട്ടം നോക്കിയവള്. നെക്സ്റ്റ് ഡേ സ്കൂളിൽ വന്ന് എന്നോട് കാര്യം പറഞ്ഞു. എന്നിട്ട് ഞാൻ അവൾക്ക് അർത്ഥം പറഞ്ഞു കൊടുത്തു. പിന്നെ അവൾ അവരുടെ മുഖത്ത് നോക്കിയിട്ട് പോലും ഇല്ല. എന്ത് വണപ്പൻ? ഞാനൊന്ന് ഗൂഗിൾ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരണം. ഗൂഗിള് പറഞ്ഞില്ല. അടുത്ത സീക്രട്ട്. I'm a boy. When I was in my childhood, I got sexually harassed by my neighborhood friend. He was 3 or 4 years older than me. He was gay. I didn't knew it until I was grown up. I just let him do it even though I hated it. He touched my private when we playing WW hide and seek. And sometimes he came over to my house and he was touching me. He was making me watch nude stuff without my mom noticing. My mom noticed him, but he made me lie to my mom. And so on, this continued for months. Until finally I said it. The good part about telling your parents is, it will be over. But the sad part is, you will lose your other friends as well. Now I'm 20. I made new friends. Still it's a scar, but I move on. I hope he is educated on this subject now. Hey va, ഞങ്ങൾ കസിൻസ് ആണ്. ഞങ്ങൾ സ്ഥിരമായി ഇവയുടെ വീഡിയോസ് കാണാറുണ്ട്. കഥയിൽ ഞാനും എൻ്റെ കസിനും അനുഭവിച്ച ചില രഹസ്യ സന്ദർഭങ്ങളാണ്. ഞാൻ എക്സ്, എൻ്റെ കസിൻ വൈ എന്ന് മെൻഷൻ ചെയ്യുക. ഞങ്ങൾക്ക് പുറമെ കസിൻസ് ആയിട്ട് സിയും കൂടെ ഉണ്ട്. പക്ഷേ ഞങ്ങളെ 2 പേരെ വെച്ച് നോക്കുമ്പോൾ അവൾ വളരെ ഡിഫറെൻ്റ് ആണ്. കാരണം ഞങ്ങളുടെ പാരൻസ് കുറച്ച് സ്ട്രിക്റ്റ് ആണ്. ബട്ട് അവളുടേത് ഫുള്ളി ഓപ്പൺ ഫ്രീഡം കൊടുക്കുന്നതാണ്. ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർ സെക്കൻഡ് മാരേജ് ചെയ്തിട്ടും ഫസ്റ്റ് വൈഫിനെ ഡിവോഴ്സ് ചെയ്തില്ല. ബൈ ദ വേ, ഫസ്റ്റ് വൈഫാണ് ഞങ്ങളുടെ ഗ്രാൻഡ്മ. ഞങ്ങളുടെ ഫാമിലിയിൽ കുറേ ഇഷ്യൂസ് ഉണ്ട്. ചെറുപ്പം മുതലേ ഞങ്ങളെ 2 പേരെയും ഗ്രാൻഡ്മ ഹേറ്റ് ചെയ്തു. ഗ്രാൻഡ്മയ്ക്ക് സീനെ ആയിരുന്നു കൂടുതൽ ഇഷ്ടം. എന്നാലും ഗ്രാൻഡ്മയ്ക്ക് വയ്യാതായാൽ പോലും ഞങ്ങളെ നോക്കാറുണ്ടായിരുന്നുള്ളൂ. സീ അവളുടെ ആക്ടിങ് സ്കിൽസ് വെച്ച് ഫാമിലിയിലെ എല്ലാവരെയും നല്ല ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തു. അവൾ ഞങ്ങളെ കുറിച്ച് വേണ്ടാത്തതും ഇല്ലാത്തതും ആയത് പറഞ്ഞുണ്ടാക്കി. അവൾ ഡെയിലി ഞങ്ങളുടെ ഫോൺ യൂസ് ചെയ്ത് കോൺ വീഡിയോസ് കാണാറുണ്ടായിരുന്നു. അവസാനം അവൾ ഞങ്ങൾ കാണാറുണ്ട് എന്ന് പരാതി. ഞങ്ങളില്ലെന്ന് വാദിച്ചിട്ടും അവൾ യൂട്യൂബ് ഹിസ്റ്ററി കാണിച്ചു. അവരെ വിശ്വസിപ്പിച്ചു. ഫാമിലിയിൽ ഞങ്ങളെ വളരെ മോശമായി ചിത്രീകരിച്ചു. അവൾ ഇപ്പോൾ നാട്ടിലില്ല. എന്നാലും ഇതൊക്കെ കാരണം ഞങ്ങൾക്ക് ഫാമിലിയിൽ ഒരു സ്ഥാനവും ഇല്ലാതായി. ഞങ്ങളെ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തി. ഈവൻ ഞങ്ങൾക്ക് 2 പേരുടെയും ഫോൺ എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ കുറെ കഴിഞ്ഞ് പാരൻസ് ഒക്കെ അത് മറക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് എന്നാലും അതിനെക്കുറിച്ചോർത്ത് നല്ല വിഷമമുണ്ട്. ഇപ്പോൾ ഫാമിലിയിൽ ഞങ്ങൾ എന്ത് ചെയ്താലും പ്രശ്നങ്ങളാണ്. ഞങ്ങളെ 2 പേരെയും അകറ്റി. ഇപ്പോഴും പഠിക്കാൻ തന്നെയാണ് പറയുന്നത്. കോളേജിലും നാട്ടിലും ആർക്കും ഒരു വിലയില്ലാതാക്കി. അവൾ മാത്രം പുറത്തുള്ള രാജ്യത്ത് നന്നായി പഠിക്കുകയാണ്. ഞങ്ങളുടെ പാരൻസിന് ഞങ്ങളെ തീരെ ട്രസ്റ്റ് ഇല്ലാതെയായി. ഒന്നിനും സമ്മതിക്കാതെയായി. ക്ലാസ്സിലൊരു ഫ്രണ്ട്സ് പോലുമില്ല. ഫുൾ ഡിപ്രഷനാണ്. ഞങ്ങളെ മനസ്സിലാക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ എല്ലാം ഓപ്പണായി പറയാൻ തുടങ്ങി. എന്നാലും കുറേ പ്രോബ്ലംസ് കാരണം ഞങ്ങൾ വല്ലാതെ സാഡാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവൾ കാരണം ഉണ്ടായിട്ടുണ്ട്. അതിലൊരു ചെറിയ കാര്യം മാത്രമാണ് ഇത്. ഈ സത്യം എപ്പോഴെങ്കിലും എല്ലാവരും അറിയണമെന്നുണ്ട്. പക്ഷെ സീൻ്റെ ലൈഫിനെ ബാധിക്കരുതെന്നുണ്ട്. ഇപ്പോൾ ഫോൺ കിട്ടിയത് എങ്ങനെയാണെന്ന് സംശയിക്കേണ്ട. ഞങ്ങൾ പഠിച്ചു വാങ്ങിയ ജോബിൽ കിട്ടിയ സാലറി വെച്ച് വാങ്ങിയതാണ്. ഐ ഹോപ്പ് യു റീഡ് ദിസ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. യു ടു ഹാവ് എ ഗ്രേറ്റ് ഡേ. അടുത്ത സീക്രട്ട്. ഐ ഡോണ്ട് വാണ്ട് ടു ടെൽ യു മൈ നെയിം. ഞാൻ 7th സ്കൂൾ മാറി ഗേൾസ് സ്കൂളിലായിരുന്നു പഠിച്ചത്. 7th തൊട്ട് മിക്സ്ഡ് സ്കൂൾ ആവേണ്ടി വന്നു. എനിക്ക് ബോയിനെ ഇഷ്ടമായി. അത് ആർക്കും അറിയില്ലായിരുന്നു. അവനെ നമുക്ക് ക്യൂ എന്ന് വിളിക്കാം. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടിന് അവനെ ഇഷ്ടമായിരുന്നു. അവളെ നമുക്ക് എ എന്ന് വിളിക്കാം. എ ആൻഡ് ക്യൂ കമ്മിറ്റഡ് ആയിരുന്നില്ല. ബട്ട് എല്ലാവർക്കും അറിയാം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. കുറച്ച് കാലം കഴിഞ്ഞിട്ട് എ പറഞ്ഞു അവൾക്ക് വേറെ ഒരാളെ ഇഷ്ടമാണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു,
ക്യൂ എൻ്റേതായി. എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു ക്യൂവിന് എന്നെ ഇഷ്ടമാണെന്ന്. ഒരു ദിവസം ക്യൂ എന്നോട് പറഞ്ഞു അവൻ എന്നെ ഇഷ്ടമാണെന്ന്. ഞാൻ യെസ് പറഞ്ഞു. നമ്മൾ കമ്മിറ്റഡ് ആയി. എന്നിട്ട് 8th പഠിക്കുമ്പോൾ അവൻ സ്കൂൾ മാറി. അവൻ അധികം എന്നെ മെസ്സേജ് അയക്കാറില്ല, പക്ഷെ അതിന് കാരണമുണ്ട്. സോ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ബട്ട് 8th ഒരു ബോയിനെ എനിക്ക് ഇഷ്ടമായി. ഇവനെ എസ് എന്ന് വിളിക്കാം. ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ എനിക്ക് ക്യൂവിനെ വേണ്ട. പക്ഷെ ഞാൻ അതെങ്ങനെ അവനോട് പറയും? ഈ ഒന്നും ആരോടും പറയാണ്ടിരിക്കുകയാണ് നല്ലത്. ആരോടും ഒന്നും പറയണ്ട, മിണ്ടാണ്ടിരുന്നു. അതായിരിക്കും എല്ലാവർക്കും നല്ലത്. അടുത്ത സീക്രട്ട്. Hi Eva, I'm a huge fan and I love your videos so much. So I had experienced something like a paranormal incident when I was young and I wanted to share it with you since no one would believe me. I was in 4th standard. Comparing to other classrooms, our class was big and also it was a smart class with computer beneath blackboard. So dance practice were done in our class, which benefited us because we got a lot of free time while others were having classes. At that time, we used to play games with our friends, mostly hide and seek. One day when we were playing hide and seek, me and my friend went downstairs to hide. We ran and we reached the hall. There was no one because it was class time, so it was completely silent. We two were the only people there. Suddenly we stopped running after we saw something that couldn't believe our eyes and stood there for a while, looking at each other. We were shocked and terrified. Didn't know what to do. What we saw there was a backside of a head in the space between the wall, ventilation space. We could only see the head and I'm sure it was a lady because the hair was long and untied and moving along with air as if it was a ghost movie. She did not move even a little bit, just stood there still. Only the hair is moving, which made us feel more scary. So we ran upstairs quickly and told our friends what happened down there, which obviously they didn't believe and started to mock us. We told them to come with us downstairs and witnessed it with their own eyes. When we reached there was no one. Then we went to the other side of the wall where the lady was actually standing. There was no one there too. Even though it was a staircase where the lady was standing, there is no teacher in our school who had that much height to reach their head up to the topmost wall and stand there still like a doll, untie their hair like a ghost. While we were explaining this incident to our friends, one of our boy classmates heard it and said it to our teacher. And the teacher was approaching us to scold. So we ran from there. Now I laugh when I think about it, but it also scares me at the same time. Everyone teased me when I shared this experience with them. But when I asked who might that be or what it actually was, no one had any answer. If it was only me who saw that, then I could have relieved by thinking that it's nothing or thoniyadaയിരിക്കും. But it was witnessed by both me and my friend. So it is not nothing or a lie. It is true that we saw something weird there. Currently the school is changed to something else. Also we had no other post paranormal incident. Of course I was traumatized for some time in my childhood after that. I couldn't bath or sleep peacefully, afraid of darkness and being alone. But I grew up enjoying them both without any kind of fear. My friend is also married and leading a happy life. So Eva, who do you think that is and why she was standing there? കണ്ടത് സത്യമായിരിക്കും. കണ്ണുകൊണ്ട് കണ്ടതല്ല, അത് രണ്ടുപേര് കണ്ടതല്ലേ, സത്യമായിരിക്കും. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ചുമ്മാ നിങ്ങളെ പേടിപ്പിക്കാനെന്നായിരിക്കും അല്ലേ. അടുത്ത സീക്രട്ട്. എനിക്കൊരു ലവ് ഉണ്ട്. നമ്മൾ PUBG വഴിയാണ് പരിചയപ്പെട്ടത്. അവൾ കാണാൻ നല്ല ക്യൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. ബട്ട് ഞാൻ മാഡ് അഗ്ലിയാണ് ആൻഡ് കാരണവന്മാരുടെ അനുഗ്രഹം കൊണ്ട് കഞ്ഞിക്ക് വകയില്ലാത്ത വീട്ടിലെ അവളാണെങ്കിൽ റിച്ചുമാണ്. സോ ആ ഇഷ്ടം ഞാൻ മനസ്സിലൊതുക്കി വെറുതെ നാണം കെടണ്ട എന്ന് വിചാരിച്ചു. അവളെ നല്ലൊരു ഫ്രണ്ട് ആക്കണമെന്ന് വിചാരിച്ചു. കാരണം അവൾക്ക് നല്ല സ്വഭാവമാണ്. ഇൻസ്റ്റ ID ഒക്കെ അവൾ തന്നു. ഫസ്റ്റ് നോർമലായി മെസ്സേജ് ചെയ്യാൻ തുടങ്ങി. പിന്നെ കോളായി. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി. അങ്ങനെ ഒരു ദിവസം അവൾ എന്നോട് ചോദിച്ചു നമ്മൾ തമ്മിൽ ലവ് ആണോ എന്ന്. ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു ചിലപ്പോൾ നമ്മൾ ലവ് ആയിരിക്കും, അവൾക്കും എന്നോട് സംസാരിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അവളും ലവായി. വീഡിയോ കോൾ വിളിക്കാനും തുടങ്ങി. അങ്ങനെ 1 year നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. കാരണം അവളുടെ വീട് ബാംഗ്ലൂരാണ്. സോ അവളുടെ കോളേജ് കംപ്ലീറ്റ് ആയിട്ട് മീറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എല്ലാം നല്ലതായി പോയിട്ടിരിക്കുമ്പോൾ അവൾക്ക് ചെറുതായിട്ട് ഒന്ന് വയ്യാതായി. അവൾക്ക് ബ്രെയിൻ ഒരു ഗ്രോത്ത് ഉണ്ട് എന്ന് അവൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് വലിയ പ്രോബ്ലം വരില്ല എന്ന് അവൾ പറഞ്ഞിരുന്നു. ബട്ട് വിചാരിച്ച പോലെ ആയില്ല. അവൾക്ക് അസുഖം കൂടി.
അവൾ ഓരോ ദിവസം വിളിക്കുമ്പോഴും അവൾ വീക്കായി വന്നു. ഒരു ദിവസം വീഡിയോ കോൾ വിളിച്ചതിനിടയ്ക്ക് അവളുടെ മൂക്കിൽ നിന്നും ബ്ലഡ് വന്നു. സോ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ. അവിടെ വെച്ച് ഒരു ദിവസം അവൾക്ക് സീരിയസ് ആയി. എല്ലാവരും പേടിച്ചു. പിന്നെ നോർമലായി. പിന്നെ ഒരു 2 months കഴിഞ്ഞു. ഓപ്പറേഷൻ നടത്തി. പക്ഷെ അവൾക്ക് റിക്കവർ ആവാൻ ടൈം എടുക്കുമെന്ന് അവൾ തന്നെ നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 8.5 months അവൾ കോമയിലാണ്. എനിക്ക് ആകെയുള്ള ഒരു ഫ്രണ്ട് ആൻഡ് ഗേൾ ഫ്രണ്ട് അവൾ മാത്രമാണ്. എനിക്ക് വേറെ ആരോടും സംസാരിക്കാനില്ല. എല്ലാ ദിവസവും അവളുടെ പിക്ക് നോക്കി ഞാൻ കരയും. എനിക്കിപ്പോൾ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അവളെ നേരിട്ട് കണ്ട് നിറയെ സംസാരിക്കണം. അവൾ അവളുടെ ചെറുപ്പകാലത്ത് നിറയെ ഹറാസ്മെൻറ്റ് സഹിച്ചിട്ടാണ് വളർന്നത്. എന്നിട്ടും അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാനും പോകും. ഈ സ്റ്റോറി കള്ളമല്ല, റിയലാണ്. വാട്ട് അബൌട്ട് യുവർ ഫാമിലി? തിങ്ക് അബൌട്ട് യുവർ ഫാമിലി. ഒരു ചേട്ടൻ ആളുടെ ലവറിൻ്റെ ഫോട്ടോ എന്ന് തോന്നുന്നു അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു ആളുടെ ഫോട്ടോ സിംഗിൾ സെപ്പറേറ്റ് ആയിട്ട് അയച്ചിട്ടുണ്ട്. എന്തായിരിക്കും? ഹായ് വാ, ഇൻട്രൊഡ്യൂസ് മീ ആസ് സ്നേക്ക്, ഡോണ്ട് ടോക്ക് ഇൻ മൈക്ക്. ഒറിജിനൽ നെയിം മെയിലിൽ ഉള്ളതാണ്. ആൻഡ് ഓൾസോ ഐ ഹാവ് അപ്ലോഡഡ് ദ പിക്ക് ഓഫ് us ലൈക്ക് മീ ആൻഡ് ഹെർ ആൻഡ് സോ കോൾഡ് നെയ്ബർ. ഓക്കെ, അപ്പോൾ ഫോട്ടോയിലുള്ളത് ഈ പുള്ളിയുടെ ഗേൾ ഫ്രണ്ടും അതിൻ്റെ അപ്പുറത്തുള്ളത് ആളുടെ നെയ്ബറും. എനിക്കുണ്ടായ കാര്യം പറയാം. എൻ്റെ ഗേൾ ഫ്രണ്ട് എൻ്റെ ഒപ്പം ഒരു പ്ലേസിലും വരാൻ താല്പര്യം ഇല്ലാത്തവണ്ണം എന്നോട് പെരുമാറും. ബട്ട് ബാക്കി ഫ്രണ്ട്സിൻ്റെ ഒപ്പം എല്ലാവിടെയും പോകും, ലൈക്ക് മെയിൽ ഫ്രണ്ട്സ്. ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ പറഞ്ഞിരുന്നില്ല മുൻപൊക്കെ, ബിക്കോസ് ഞാൻ ഭയങ്കര റീപ്ലേസബിൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് വൺ ഡേ ഞങ്ങൾ ഫിസിക്കലി ഒക്കെ എല്ലാം ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്ക് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ അവൾ അതിന് മുതിർന്നത് എന്ന്. ഞാൻ വീണ്ടും മണ്ടനായി. ബാക്കിയുള്ളവരുടെ കൂടെ തന്നെ ട്രിപ്പൊക്കെ പോകും, എന്നെ ഒഴിവാക്കിയിട്ട്. ഫിസിക്കലി കഴിഞ്ഞതിൽ പിന്നെ ഞാൻ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. കാരണം അവൾ ഇങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് തീരെ സഹിക്കാൻ പറ്റണ്ടായി. ഇതുപോലെ പല തവണ പറഞ്ഞപ്പോൾ സഹിക്കിട്ട് എൻ്റെ ഒപ്പം ഒരു ഡേ ഒരു പ്ലേസിൽ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി. എൻ്റെ വീട്ടുകാർ അവളുടെ വീട്ടിൽ ചെന്ന് കണ്ട് വലിയ സീൻ ഇല്ലാണ്ട് പോയി. ഇനി പറയാൻ പോകുന്നത് പറയുമ്പോൾ മനസ്സിലാവും അവൾ എങ്ങനെയാണ് എന്നെ ചീറ്റ് ചെയ്തതെന്ന്. അവളുടെ കുഞ്ഞുമ്മ മരിച്ച് 40 days കഴിയുന്നതിന് മുന്നേ, ലൈക്ക് ദ മുസ്ലിം റിച്വൽ, അവളുടെ ഒരു നെയ്ബർ പയ്യനുണ്ട്. അവൻ അവളുടെ ബ്രദർ ആണെന്ന അവളുടെ നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞ് പറ്റിക്കുന്നേ. വീട്ടിലധികം ആരും ഇല്ലാണ്ടിരുന്ന ടൈമിൽ അവൻ സഡൻലി അവളുടെ and she did that also in her house with minimal persons are present at that time itself. ഇതെല്ലാം അവൾ ഒരു ഡേ എന്നെ കാണാൻ വന്നപ്പോൾ അവൾക്ക് കുറ്റബോധം അടിക്കുന്നുണ്ട്. ഒരു പാർട്ട്ണറിനോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു, ഒരാളും പുറത്ത് തരൂല എന്ന് പറഞ്ഞ് ആണ് എന്നോട് പറയുന്നത്. ഞാൻ പറഞ്ഞു, നീ പറ, കുറേ നിർബന്ധിച്ചപ്പോൾ അവൾ പറഞ്ഞതാണ്. ഞാൻ അവളോട് ക്ഷമിച്ചു കൊടുത്തു, കാരണം അത്രത്തോളം എനിക്ക് ഇഷ്ടമാണ് അവളെ. അപ്പോൾ ഞാൻ പറഞ്ഞത് അവനെ ബ്ലോക്ക് ആക്ക്, ഇനിയൊരു പ്രോബ്ലം ഇതിൻ്റെ പേരിൽ ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞു. അവൾ അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അവൻ ഡയാലിസിസ് ഒക്കെ വേണം എന്ന് പറഞ്ഞു. അവൻ്റെ വീട്ടുകാരൊക്കെ കൂടി അവളുടെ വേറെ കുഞ്ഞുമ്മ ആയിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടി അവൾ അവനെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ദേഷ്യം കയറി. ഞാൻ ക്ഷമിച്ച് തന്നത് നിനക്ക് നിൻ്റെ ഇഷ്ടത്തിന് ഇനിയും ഇതുപോലെ ഓരോന്ന് കാണിക്കാനല്ല. ഇപ്പോൾ അവൾ പറയുന്നത് നിനക്ക് പറ്റില്ലെങ്കിൽ എന്നോട് പൊക്കോളാൻ. അവൾ അവളുടെ ഇഷ്ടത്തിന് ആരോട് വേണമെങ്കിലും മിണ്ടുമെന്നൊക്കെ. എനിക്കിപ്പോൾ വല്ലാത്ത ഒരു ഡിപ്രഷൻ അവസ്ഥയാണ്. എനിക്കറിയില്ല ഇവളില്ലെങ്കിൽ ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന്. ഈ കൊച്ചില്ലാതെ തനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും, കാരണം യു ലുക്ക് ബെറ്റർ ദാൻ ഹർ. ഐ ആം ട്രൈയിങ് ടു മേക്ക് യു ഫീൽ ബെറ്റർ. ഐ ആം എ ഗേൾസ് ഗേൾ, പക്ഷെ what she did was wrong. So I'm wishing you all the best in finding another girlfriend and ditching her, like dump her. We don't need her. We don't need that kind of negativity in our lives, okay? Just oh wow. അവൻ അവളുടെ ബ്രദർ ആണ് അവളുടെ
അവളുടെ ഒരു നെയ്ബർ പയ്യനുണ്ട്, അവൻ അവളുടെ ബ്രദർ ആണെന്ന ആണ്